നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. യൂണിയൻ സിന്ദാബാദ്, ആഗസ്റ്റ് 20 സിന്ദാബാദ്, ആഗസ്റ്റ് 20 സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ. 5.5 വർഷമായി അടച്ചുപൂട്ടിക്കിടക്കുന്ന അളഗപ്പ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള NTC മില്ലുകൾ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ അളഗപ്പ മിൽ ഗേറ്റിൽ മാനേജ്മെന്റ് സ്റ്റാഫുകളെ തടഞ്ഞു. അടച്ചിട്ട മിൽ തുറന്നു പ്രവർത്തിപ്പിക്കുക, 8 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകുക, പിരിഞ്ഞുപോയവർക്ക് ഗ്രാറ്റുവിറ്റി നൽകുക, ESI ആനുകൂല്യം നൽകുക, അർഹരായവർക്ക് ബോണസ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ അളഗപ്പ മിൽ ഗേറ്റിൽ മാനേജ്മെന്റ് സ്റ്റാഫുകളെ തടഞ്ഞത്. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ പുതുക്കാട് SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. NTC മില്ലുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു. മിൽഗേറ്റിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITUC യൂണിയൻ ജനറൽ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. CITU യൂണിയൻ ജനറൽ സെക്രട്ടറി ആൻഡോ ഇല്ലിക്കൽ, BMS നേതാവ് M തുളസിദാസ് എന്നിവർ പ്രസംഗിച്ചു. K രാധാകൃഷ്ണൻ, MG ജുനീഷ്, ER മുരളി എന്നിവർ നേതൃത്വം നൽകി. ആ അടഞ്ഞെടുക്കുന്ന മില്ലുകളിൽ ഇപ്പോൾ ഏകദേശം 10 മാസക്കാലമായിട്ട് ശമ്പളം ലഭിച്ചു വരുന്നില്ല. സർവീസിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ കാലഘട്ടം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ടൈമിൽ നമ്മളോട് വന്ന് പറഞ്ഞാൽ 800 കുടുംബങ്ങളുടെ കണ്ണീരൊപ്പം പറഞ്ഞാൽ അപ്പോൾ 800 കുടുംബങ്ങളുടെ നിലവിലേക്ക് തീർന്നു, ഇതിൽ ഇടപെട്ടിട്ടില്ല. അപ്പോൾ എത്രയും വേഗം അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തി, ഇപ്പോൾ അവരുടെ യൂണിയനോട് ഉണ്ടല്ലോ, അവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു ആഭ്യന്തരമന്ത്രി അമിത്ഷാനെ കണ്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോയി കണ്ടു, PMSന്റെ ആൾക്കാർ നേരിട്ട് കണ്ട് സംസാരിച്ചു. നിർമ്മല സീതാരാമനെ കണ്ടു. ഇതിന് ഫണ്ട് വേണമല്ലോ, നിർമ്മല സീതാരാമനെ ഫിനാൻസ് മിനിസ്റ്റർ കണ്ടു. നിങ്ങൾ എത്ര വൈകിയാലും നിങ്ങളുടെ ഫണ്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടൂട്ടാന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിലിൽ ഫണ്ട് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവനാ ദിനമായി ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, സായൂദ് സുരേന്ദ്രൻ, ഭഗത് സിംഗ്, മുരളി വെട്ടിയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി ജന്മദിനം ആഘോഷിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പ്രിൻസൻസ് തയ്യാലക്കൽ, സനൽ മഞ്ഞളി, O വിജയൻ, ഓസ്റ്റിൻ തെക്കുംപുറം, ചന്ദ്രൻ പുതിയടത്ത്, ജോസ് പ്രകാശ്, TT ബെന്നി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസ്മേരി ജെയിംസ്, വനജ വിജയൻ, NJ ബാബു, EL പൊറിഞ്ചു, TC മോഹനൻ, ഡേവിസ് വറീദ്, സത്യൻ പട്ടപ്പറമ്പിൽ, തങ്കപ്പൻ കളരിക്കൽ, NA ലോന എന്നിവർ പ്രസംഗിച്ചു. ഒന്നര വർഷം മുൻപ് ആളൂരിൽ നിന്നും കാണാതായ യുവതിയെ ഒഡീഷയിൽ നിന്ന് കണ്ടെത്തി തൃശൂർ റൂറൽ പോലീസ്. 2023 ഡിസംബർ 23 കൊമ്പിടി സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് മഠത്തിൽ ജോലിക്ക് നിന്നിരുന്ന ഒഡീഷ സ്വദേശിനിയായ ദുസ്മിന ഗുമതിയങ്ക കാണാതായെന്ന് മദർ സുപ്പീരിയർ നൽകിയ പരാതിയിൽ ആളൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ യുവതി പോകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും വിവിധ ആരാധനാലയങ്ങളിലും മറ്റും വിപുലമായ അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവും കിട്ടിയിരുന്നില്ല. തുടർന്ന് കാണാതായ ദുസ്മിനയെ കണ്ടെത്തുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ ദുസ്മിന ഒഡീഷയിലെ റായ്ഘാഡ ജില്ലയിലെ ചന്ദ്രപൂർ എന്ന സ്ഥലത്തുണ്ടെന്നുള്ള വിവരം ലഭിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷനിലെ SI TA ജെയ്സൺ, ASI മിനിമോൾ, CPO ആഷിഖ് എന്നിവരടങ്ങിയ സംഘം യുവതിയെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഒല്ലൂർ വിശുദ്ധ വിപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ഒല്ലൂർ വിശുദ്ധ വിപ്രാസ്യമയുടെ 19ാമത് തിരുനാൾ ഓഗസ്റ്റ് 29 ആഘോഷിക്കും.
ഓഗസ്റ്റ് 28 വരെ എല്ലാ ദിവസവും രാവിലെ 11 ഉച്ചതിരിഞ്ഞ് 3 സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും വൈകിട്ട് 5-ന് പാട്ടുകുർബാനയും ഉണ്ടായിരിക്കും. 24-ന് വൈകിട്ട് 5-ന് നടക്കുന്ന നവനാൾ കുർബാനയും തിരുകർമ്മങ്ങൾക്കും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 27-ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും ഓഗസ്റ്റ് 28-ന് കൂട് തുറക്കലും നടക്കും. തിരുനാൾ ദിനത്തിൽ രാവിലെ 7-ന് തീർത്ഥകേന്ദ്രം മുൻ റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ ഊട്ടുനേർച്ച വെഞ്ചരിക്കൽ നിർവഹിക്കും. രാവിലെ 8 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 5 മണി വരെയാണ് ഊട്ടുനേർച്ച നടക്കുന്നത്. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചയ്ക്ക് 12 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഫാദർ ജോയി ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ മേരി മാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം ഉണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പ്രകാശ് പുത്തൂരും വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് രാമനാഥപുരം രൂപത മെത്രാൻ മാർപോൾ ആലപ്പാട്ടും നേതൃത്വം വഹിക്കും. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ഊട്ടുനേർച്ചയിൽ 50,000-ൽ പരം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോയി ചിറ്റിലപ്പിള്ളി, സിസ്റ്റർ ഹംബലിൻ, സിസ്റ്റർ റാണി ജോർജ്, തിരുനാൾ ജനറൽ കൺവീനർ ടാജ് ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ എവുപ്രാസ്യമ്മ തന്റെ ജീവിതത്തെ അനുഗ്രഹീതമാക്കിയ വലിയൊരു ഭക്തിയുടെ ശുശ്രൂഷയായിരുന്നു ജപമാല എന്ന് പറയുന്നത്. ഇവിടെ വന്നു ചേരുന്ന ഓരോ മക്കൾക്കും ഈ ജപമാല വാങ്ങി അത് വിശുദ്ധയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു വേദി ഈ വർഷം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ നേർച്ചയായിട്ട് നൽകുക, വാങ്ങാനായിട്ട് ലഭിക്കുക നമ്മളുടെ ജീവിതത്തിലൊക്കെ സൗഖ്യത്തിന് ആരോഗ്യത്തിനൊക്കെ ഇടയാക്കുന്ന വെഞ്ചിരിച്ച തേനാണ്. അതും ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ്. ഈ തിരുനാൾ ആഘോഷങ്ങളുടെ ഒക്കെ നമ്മുടെ തിരുനാൾ ഓഗസ്റ്റ് 29-ാണ്. അന്ന് നമ്മുടെ ഒരു ഏകദേശം 50,000 പേർക്കാണ് നമ്മൾ ഊട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണിയുടെ കുർബാന വെഞ്ചരിച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് 5 മണി പറഞ്ഞാലും നമ്മളൊരു 7 മണി 8 മണി വരെ അവസാനിച്ച് ആ ഭക്ഷണം അവസാനിക്കുന്നത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രത്യേകത 19ാമത് തിരുനാളിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് മുതൽ ഈ തിരുനാളിലേക്ക് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും തന്നെ പങ്കെടുത്ത് എവുപ്രാസ്യമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ ഈ അവസരം കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. അപ്പ സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,180 രൂപയും പവന് 73,440 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.